വോട്ട് ബാങ്ക് പ്രീണന രാഷ്ട്രീയം നടത്താതെ മുന്നോട്ട് പോകാൻ ആകില്ലെന്ന നിവർത്തികേടിന്റെ പാരമ്യതയിൽ തീവ്രവാദികളെ പോരാളികളെന്ന് വിളിച്ച് ഡെക്കറേറ്റ് ചെയ്തവർ ഇസ്ലാമിക പ്രീണനത്തിന് കളമൊരുക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസ് മന്ത്രിയായിരിക്കുന്ന ടൂറിസം വകുപ്പിന്റെ കീഴിൽ സർക്കാർ വകയായി 1 കോടി രൂപ ചെലവിട്ട് ഇസ്ലാമിക മതപ്രചാരണത്തിന് മൈക്രോ സൈറ്റ് നിർമ്മിക്കാൻ കളമൊരുക്കിയിരിക്കുകയാണ്. 7-ാം നൂറ്റാണ്ട് മുതൽ ആരംഭിക്കുന്ന കേരളത്തിലെ ഇസ്ലാം മതത്തിന്റെ ചരിത്രം വിവരിക്കുന്ന ഡിജിറ്റൽ പ്രൊഡക്ഷനാണ് സർക്കാർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ പൗരാണികമായ മുസ്ലിം പള്ളികൾ, അതിലെ വാസ്തുവിദ്യ, മുസ്ലിം മതവിശ്വാസികളുടെ ജീവിത ശൈലി, സംസ്കാരം, അവരുടെ ഭക്ഷണം, കലാരൂപങ്ങൾ, ഉത്സവങ്ങൾ ഇവയെക്കുറിച്ചെല്ലാമുള്ള വിവരണം നൽകുന്ന 6 അധ്യായങ്ങൾ ചേർത്ത് നിർമ്മിക്കുന്ന മൈക്രോ സൈറ്റ് നിർമ്മാണത്തിനാണ് 94 ലക്ഷം രൂപ പൊതുഖജനാവിൽ നിന്ന് ചെലവിടുന്നത്. കേരളത്തിലേക്ക് വരുന്ന ഇസ്ലാമിക തീർത്ഥാടകർക്ക് ഈ പറയപ്പെട്ട വിഷയങ്ങളെല്ലാം ഇപ്പോഴും ഗൂഗിളിൽ സജീവമാണെങ്കിലും ഇതെല്ലാം ഒരു മൈക്രോ സൈറ്റിൽ ഏകോപിപ്പിക്കാനാണ് തികച്ചും ഏകപക്ഷീയമായി പൊതുജനങ്ങളുടെ നികുതി പണം ചെലവാക്കുന്നത്. ഇത് വോട്ട് ബാങ്ക് മുന്നിൽ കണ്ടുള്ള ഇസ്ലാമിക പ്രീണനം അല്ലെങ്കിൽ ഇസ്ലാം മതം എത്തുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഹിന്ദു മതത്തെക്കുറിച്ചും ഇസ്ലാം മതം എത്തുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ക്രിസ്തു മതത്തെക്കുറിച്ചും വിശദമാക്കുന്ന ഇത്തരം മൈക്രോ സൈറ്റുകൾ കൂടെ ഒരുമിച്ച് നിർമ്മിച്ചാൽ അത് ഇതിൽ കൂടുതൽ തീർത്ഥാടകരെ ആകർഷിക്കാൻ കഴിയുമെന്നിരിക്കെ അത് ചെയ്യാൻ തയ്യാറാകാത്തത് എന്താണെന്നാണ് ഇപ്പോൾ കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും ചോദിക്കുന്നത്. അവരുടെയും ജീവിത രീതിയും ഭക്ഷണ രീതിയും 4 ആള് അറിയേണ്ടത് തന്നെയല്ലേ? തദ്ദേശീയരായ ഹിന്ദുക്കളുടെ പൗരാണിക ചരിത്രവും മുസ്ലിമുകൾ വരുന്നതിനും 6 നൂറ്റാണ്ടുകൾക്ക് മുന്നേ ക്രിസ്തു ശിഷ്യനായ തോമസ് ലീഹായിലൂടെ ആവിർഭവിച്ച ക്രൈസ്തവ ചരിത്രവും അവർ സ്ഥാപിച്ച പള്ളികളിലും മറ്റും അധിഷ്ഠിതമായ പൗരാണിക ക്രൈസ്തവ പാരമ്പര്യവും ലോകോത്തര തീർത്ഥാടകർക്ക് കഴിക്കുകയില്ലെന്ന് മാത്രമല്ല, അവർ അത് ആവേശത്തോടെ സ്വീകരിക്കുകയും ചെയ്യും. ക്രൈസ്തവ സമൂഹത്തിനും ഹൈന്ദവ സമൂഹത്തിനു വേണ്ടിയും മൈക്രോ സൈറ്റ് നിർമ്മിക്കാൻ മുഖ്യമന്ത്രിയോടും മന്ത്രി റിയാസിനോടും അഭ്യർത്ഥിക്കുകയാണ്. അതിന് തയ്യാറാകാത്ത പക്ഷം മുഹമ്മദ് റിയാസ് നടത്തുന്നത് പ്രീണനം തന്നെയാണ് എന്ന് പറയേണ്ടി വരും.